ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് 9 ഈക്വൽ ടു 4. ഇങ്ങനെയാണ് ചോദ്യം വന്നതിന് വേണ്ടി. അതായത് എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് 9 സമം 4. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈക്വൽ ടു 4. ഇതെന്തൊരു സാധനം? നേരത്തെ സിമ്പിളായിരുന്നു, നേരത്തെ പോലെയൊക്കെ തന്നെയാണ്. ഈ സാധനം എന്താണെന്ന് നന്നായിട്ട് നോക്കി. ഇവൻ ശരിക്ക് ഇവൻ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പോലെ എന്താ പറയുക വിപുലീകരിച്ച് എക്സ്പാൻഡ് ചെയ്ത് വന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ നമുക്കത് ഇങ്ങനെ എഴുതാമെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാമെങ്കിൽ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വന്നാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പോലെയാണെന്ന് തോന്നുന്നത്. നോക്കി, ഇവിടെ ഇതിന് എത്ര ആൾക്കാരുണ്ട്? 1 2 3 ആൾക്കാരുണ്ട്. 1 2 3 ആൾക്കാരുണ്ട്. അപ്പൊ ഏതാണ്ട് അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 3 ആൾക്കാരായിട്ട് കാര്യമില്ല. ആദ്യത്തെ ആളും മൂന്നാമത്തെ ആളും സ്ക്വയർ ആയിരിക്കണം അല്ലേ? ഒന്നാമത്തെ മൂന്നാമത്തെ ആള് സ്ക്വയർ ആയിരിക്കണം. അതാ നോക്കി, എക്സ് സ്ക്വയർ ആണ്, 9 എന്ന് പറയുന്നത് സ്ക്വയർ തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ മൂന്നാമത്തെ ആളും എന്തുതന്നെയാണ്? സ്ക്വയർ തന്നെയാണ്. അപ്പോഴും പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്താണ്? നടുക്ക് ആരെ വരേണ്ടതെന്നറിയാം. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ഇത്. നടുക്കത്തെ ആള് ഇവനുമായിട്ട് ബന്ധമുണ്ട്, അതും കൂടി നോക്കണം. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം മൂന്നാമത്തെ ആള്. ഇതിന്റെ പകുതി എത്രയാ? 3. 3ന്റെ സ്ക്വയർ എത്രയാ? 9. അങ്ങനെയാണെങ്കിൽ ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പോലെയാകും. അങ്ങനെ വരുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒന്നുകൂടി ഞാൻ പറയാം. ഇതാ നോക്കി, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എന്ന് പറഞ്ഞാൽ നോക്കി എന്താ പറഞ്ഞ അവസാനം എന്താ പറഞ്ഞത്? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ഇത്. ഇതിന്റെ പകുതി 3. 3ന്റെ സ്ക്വയർ എത്രയാ? 9. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആണ് ഇത് എങ്കിൽ സംശയിക്കേണ്ട, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എങ്ങനെയാ എ ഇവിടെ വരിക? ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് എ ആയിട്ട് വന്നിരിക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കും. ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് എ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടാണ് എക്സ് പ്ലസ് 1 പ്ലസ്. ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് മൂന്നാമത്തെ പദത്തിന്റെ സ്ക്വയർ റൂട്ടാണ് ബി. മൂന്നാമതിന്റെ സ്ക്വയർ റൂട്ടാണ് ബി. 9ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കണം ഇവിടെ. 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 3. അപ്പൊ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ വന്നത് നിങ്ങൾക്ക് മനസ്സിലായ? അവിടെ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് തിരിച്ചു വരിക. എന്താ പറഞ്ഞേ? 3 ആൾക്കാരുണ്ട്. അതിൽ ഒന്നാമത്തെ ആളും മൂന്നാമത്തെ ആളും സ്ക്വയറുകൾ തന്നെയാണ്, ഒരു പ്രശ്നമില്ല. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ഇത്. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ഇത്. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ഇത്. ഇതിന്റെ പകുതി എത്രയാ? 3. 3ന്റെ സ്ക്വയർ എത്രയാ? 9. അപ്പൊ അവൻ അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് വന്നു, പ്ലസ് വന്നപ്പോ പ്ലസ് വന്നു, 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 3 വന്നു. ഇവനാണിവൻ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഇവനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ എക്സ് വന്നേ നമുക്ക് മനസ്സിലായി. ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് എക്സ്, ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് 3. ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. ഇത് തന്നെയാണ് ഇത്. അപ്പൊ അതേ ഇതിങ്ങനെ കിട്ടി. ഇവിടെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇവനെ അവന്റെ മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവനെ അങ്ങനെ തന്നെ എടുത്തെഴുതി, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമുക്ക് പഴയ ആളായി നോക്കി. നമുക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ആളായില്ലേ നോക്കി. നേരത്തെ ചെയ്ത പോലെ ഉള്ള ആളായി. ഇനിയൊക്കെ നേരത്തെ പോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ മാത്രമാണ് മാറ്റം വരുന്നത്. ഇവിടെ ഒന്നും ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ഇത്. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ഇത്. ഇതിന്റെ ഹാഫ് എടുക്കുക, പകുതി എടുക്കുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ. ഇനി നേരത്തെ എന്താ പറയുക? ഇവിടെയും ഇരുഭാഗത്തും സ്ക്വയർ തന്നെയാണ്. സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 3 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുക്കുക, പ്ലസ് 4 മൈനസ് 2. അപ്പോൾ ഇതെത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്ക്വയർ റൂട്ട് എടുക്കലാണ്. ഇനി ആദ്യം പ്ലസ് 2 കൊടുക്കുക അല്ലേ? അപ്പൊ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 2, പ്ലസ് 3 എടുക്കുമ്പോൾ മൈനസ് 3. അങ്ങനെ ഒരു എക്സ് ഈക്വൽ എന്താ വരിക? വേറെ ചിഹ്നം വരുമ്പോൾ വലിയവന്റെ ചിഹ്നം. എന്നിട്ട് എന്ത് ചെയ്യണം? 3ന് 2 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അടുത്തതാ എക്സ് പ്ലസ് 3 ഈക്വൽ ടു -2. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ എന്താ വരിക? -2 -3. അതായത് എക്സ് ഈക്വൽ ടു
-5 ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടി എഴുതാം, സംശയമൊന്നുമില്ല. അങ്ങനെ വരും എക്സിൻ്റെ രണ്ട് വില ഏതൊക്കെ വരിക? -1 വരും, അല്ലെങ്കിൽ എത്രയും വരിക? -5 എന്നാണ് നമുക്ക് കിട്ടും. -1 ഉം -5 നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയ അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി. അപ്പോൾ ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. ഇതുപോലെ a² + 2ab + b² വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ രൂപത്തിലാണ് വരുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എത്തിയില്ലേ നിങ്ങൾ? എഴുതിയെടുക്കും. അടുത്തത് x² + 8x + 16 = 9. നോക്കിയപ്പോൾ 3 ആൾക്കാരുണ്ട്. ഇതിന്റെ പകുതി എത്രയും 4, 4ന്റെ സ്ക്വയർ എത്രയും 16, ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നത് 4 ആണ്, അതിന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആണ് ഇത് എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ സ്ക്വയർ റൂട്ട് x എടുത്ത് എഴുതി പ്ലസ് 14ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 4 എടുത്ത് എഴുതി 14ന്റെ സ്ക്വയർ റൂട്ട് 4 ഹോൾ സ്ക്വയർ = 9 എന്നായിട്ട് മാറിക്കഴിഞ്ഞു. എത്തിയ ഇത് മനസ്സിലായില്ല? ഇനി നേരത്തെ പോലെ അല്ലേ. ഇനി ഇരുഭാഗത്ത് സ്ക്വയർ തന്നെയാണ്, സ്ക്വയർ റൂട്ട് എടുക്കാം നമുക്ക് അല്ലേ. അപ്പൊ x + 4 = ±3. ആദ്യം +3 വരുന്ന സന്ദർഭം. അപ്പൊ x + 4 = +3. ശരി, അങ്ങനെയാണെങ്കിൽ x = എന്താ വരിക? 3 - 4, അതായത് x = -1 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് x + 4 = -3. അങ്ങനെ വരുമ്പോൾ x = -3, അതുപോലെ തന്നെ -4, അതായത് x = -7 അല്ലേ. അപ്പോൾ എക്സിന്റെ രണ്ട് വില ഏതൊക്കെ വരുന്നത്? നമുക്ക് -1 വരുന്നു, അല്ലെങ്കിൽ -7 വരുന്നു. ശരിയല്ലേ? -1 വന്നാൽ 3ന്റെ സ്ക്വയർ, 7 വന്നാൽ -7 വന്നാൽ -3ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്സിന്റെ രണ്ട് വിലകൾ നമ്മൾ കണ്ടെത്തി കഴിയുന്നു. ഇതും വലിയ പ്രശ്നമില്ല, കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലായി വിചാരിക്കും അല്ലേ. ഒരു 2 കൂടി നമുക്ക് ഇതിൽ നിന്ന് പറയാം. എല്ലാവരും എഴുതിക്കോ. x² - 4x + 4. ഓക്കെ, നമ്മളെന്താ നോക്കാം? ഇവിടെ പ്ലസ് വന്നാലും മൈനസ് വന്നാലും പ്രശ്നമൊന്നുമില്ല. പ്ലസ് വന്നാൽ a + b² ആവും, മൈനസ് വന്നാൽ a - b² ആവും. ഇതിന്റെ പകുതി എത്രയാണ്? 4ന്റെ പകുതി എത്രയാണ്? 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് നേരത്തെ പോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? x - 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2. x - 2 ഹോൾ സ്ക്വയർ = 1. അപ്പോൾ =1. ഇത് എത്രയാണ്? ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നേരത്തെ പോലെ അല്ലേ. ഇരുഭാഗത്ത് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ 1 സ്ക്വയർ ആണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. 1 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ ആണ് 1 അല്ലേ. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ എന്താ വരിക? x - 2 ± 1. അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ x - 2 എന്ന് കിട്ടി. ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ ± 1 കിട്ടി. അടുത്ത x - 2 = 1. അങ്ങനെ വരുമ്പോൾ x = 1 +2 -2 അവിടെ വരുന്നപ്പോൾ +2 കേട്ടോ. x = 3. അടുത്തത് x - 2 = -1. അങ്ങനെ വരുമ്പോൾ x = എന്താ വരിക? -1 +2, അതായത് x = എന്താ വരിക? 1. അങ്ങനെ വരുമ്പോൾ എക്സിന്റെ വിലകൾ ഏതൊക്കെയാ? 3 വരാം, അല്ലെങ്കിൽ 1 വരാം. 3 വരാം, അല്ലെങ്കിൽ 1 വരാം. അപ്പോൾ എക്സിന്റെ രണ്ട് വിലകൾ കണ്ടുപിടിച്ചത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതെല്ലാവരും എഴുതിയെടുത്തോളൂ. ഇപ്പം ഇതും കുഴപ്പമില്ല. ഇത് രണ്ടാമത്തെ ടൈപ്പ് ഒരു ചോദ്യമാണ്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഇതിൽ നിന്ന് തരാം.
എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 25. നമ്മൾ എന്താ ചെയ്യുക? ഇവൻ അതുപോലെയാണ് നോക്കണ്ടേ. ഇതിന്റെ പകുതി എത്രയാ? 2ന്റെ പകുതി 1. 1ന്റെ സ്ക്വയർ എത്രയാ? 1ന്റെ സ്ക്വയർ 1. ഓക്കെ. അപ്പോൾ ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും ഇവിടെ. 2ന്റെ പകുതി 1, അതിന്റെ സ്ക്വയർ ആണോ 1. അങ്ങനെ വരുമ്പോൾ എന്താ എഴുതാം? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ആദ്യം ഇനി സ്ക്വയർ റൂട്ട് എടുക്കും അല്ലേ? അതായത് എക്സ് മൈനസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. എക്സ് മൈനസ് 1 സ്ക്വയർ റൂട്ട് എടുത്ത് കഴിഞ്ഞു. ഇനി എക്സ് മൈനസ് 1 ഈക്വൽ ടു 5. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു 5 പ്ലസ് 1. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാ? 6. എക്സിൻ്റെ ഇവിടെ 6. അടുത്തതാ എക്സ് മൈനസ് 1 ഈക്വൽ ടു നെഗറ്റീവ് 5. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എത്ര വരിക? നെഗറ്റീവ് 5 പ്ലസ് 1. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാ? നെഗറ്റീവ് 4. അതായത് എക്സിൻ്റെ രണ്ട് വിലകൾ ഒന്നുകിൽ 6 വരാം, അല്ലെങ്കിൽ എന്ത് വരാം? നെഗറ്റീവ് 4 വരാം. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. ഇപ്പം നമ്മൾ 2 ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നേരിട്ട് ഇത് വരുന്ന ടൈപ്പ് അല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഇത് മറ്റൊരു ടൈപ്പ്. ഒരു സ്റ്റെപ്പ് കൂടുതൽ മാത്രമേ ഉള്ളൂ. ഇവനെ നമുക്ക് ഈ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി നമുക്കതിൽ തേർഡ് ടൈപ്പ് നമുക്ക് നോക്കി നോക്കാം എന്താണ് അവിടെ തേർഡ് ടൈപ്പിൽ പറയുന്നത് എന്ന് നോക്കി നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 6x ഈക്വൽ ടു 7. ഇങ്ങനെയാണ് ചോദ്യം കിട്ടിയത്. നമ്മൾ നോക്കുമ്പോൾ രണ്ടാളുകളില്ല. എക്സ് സ്ക്വയർ പ്ലസ് 6x മാത്രമേ ഉള്ളൂല്ല. അപ്പുറത്തും 7. ഇതിനെ കണ്ടിട്ട് സ്ക്വയറിൻ്റെ ഒരു ലക്ഷണമില്ല. സ്ക്വയറിൻ്റെ ഒരു ലക്ഷണമൊന്നും അവന് കാണുന്നില്ല. ഇവിടെ എന്ത് ചെയ്യണം? ഇത് സ്ക്വയർ കംപ്ലീറ്റ് അല്ല. ഇത് സ്ക്വയർ കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര ആൾക്കാർ വേണം? 3 ആൾക്കാർ വേണം. ആക്ച്വലി ഇപ്പോൾ 3 ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളും കൂടി വന്നാൽ കാര്യങ്ങളൊക്കെ അല്ലേ? ആര് വരണം? ആരാ വരണ്ടേ? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ഇവിടെ വന്നാലല്ലേ കാര്യങ്ങൾ ഓക്കെ ആവുള്ളൂ. ഇതിന്റെ പകുതി എത്രയാ? 6 ആണെങ്കിൽ അതിന്റെ പകുതി എത്രയാ? 3. 3ന്റെ സ്ക്വയർ ആണ് 9 അല്ലേ? അപ്പൊ ഇവിടെ 9 വന്നാലാണ് ഇവിടെ ഓക്കെ ആവുള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ അങ്ങനെ തന്നെയാണ്. 6ന്റെ പകുതി എത്രയാ? 3 അല്ലേ? 3ന്റെ സ്ക്വയർ എത്രയാ? 9. 9 ഇവിടെ ചേർത്താൽ നേരത്തെ എന്താ പോലെയാവും. ഇവിടെ 9 ചേർത്താൽ ഇവിടെയുള്ള 7ന്റെ കൂടെയും നമ്മൾ 9 ചേർത്ത് കൊടുക്കേണ്ടി വരും. 9 രണ്ട് സ്ഥലത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. 9 എവിടെ നിന്ന് കിട്ടിയേ? എവിടെ നിന്ന് 9 കിട്ടിയേ? 9 ഇതിന്റെ പകുതിയുടെ സ്ക്വയർ, അതാണ് 9. അതാണ് അപ്പുറത്തെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതേണ്ടി വരും. ആഡ് 9 ഓൺ ബോത്ത് സൈഡ്സ്. ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതണം കേട്ടോ. ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഓക്കെ, ഇരുഭാഗത്തും എന്ത് ചേർത്താൽ? 9 ചേർത്താൽ. ഇരുഭാഗത്തും നമ്മൾ 9 ചേർക്കുകയാണ്. 9 എവിടെ നിന്ന് വന്നതെന്നുള്ളത് മനസ്സിലായില്ല. ഈ കണക്കിൽ ഇരുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 9 ചേർക്കുന്നു. അങ്ങനെ 9 ചേർത്താൽ എന്ത് സംഭവിക്കുക? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 സമം 7 പ്ലസ് 9. നിങ്ങൾക്കറിയാലോ, ഒരു സൈഡിൽ മാത്രം ഒരു സംഖ്യ ചേർത്ത് കഴിഞ്ഞാൽ അത് ശരിയല്ലാത്തൊരു ഇക്വേഷൻ ആയിട്ട് മാറും കേട്ടോ. ശരിയായ ഇക്വേഷൻ ആകണമെങ്കിൽ, കറക്റ്റ് ആകണമെങ്കിൽ, ഈക്വൽ ആയിട്ടുള്ള വില കിട്ടണമെങ്കിൽ ഇടതുഭാഗത്ത് എന്ത് ചെയ്താലും അത് വലതുഭാഗത്ത് ചെയ്യണം. ഇടതുഭാഗത്ത് കൂട്ടുകയാണെങ്കിൽ അതേ സംഖ്യ കൊണ്ട് തന്നെ വലതുഭാഗത്തും കൂട്ടണം. ഇടതുഭാഗത്ത് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അതേ സംഖ്യ കൊണ്ട് തന്നെ വലതുഭാഗത്തും കുറയ്ക്കണം. അപ്പോൾ ഇങ്ങനെ വന്നു. ഇവനെ നമുക്കൊന്ന് ശരിപ്പെടുത്തി തരാം. ഇവൻ ആരാ നിങ്ങൾക്ക് കണ്ടിട്ട്? ഇവനെ കണ്ടാൽ നമുക്ക് പരിചയമുണ്ട്. എക്സ് പ്ലസ് അല്ലേ? നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ? ഇതിന്റെ സ്ക്വയർ എത്രയാണ്? 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. ഇപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ അല്ലേ? ഈക്വൽ ടു 9 7 16. ഇപ്പൊ നന്നായിട്ട് നോക്കി, ഇവനും സ്ക്വയറായി. അങ്ങനെ ഒരു സംഖ്യ ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്തിപ്പുറത്തും എന്തായിട്ട് മാറുന്നു? സ്ക്വയർ ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് എടുക്കുക. ഇരുഭാഗത്ത് നേരത്തെ പോലെ. ഇപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായി. എന്തിനാ 9 ഇരുഭാഗത്തും ചേർത്തത് മനസ്സിലായ? സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്വയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എഴുതാം. ഇനിയുള്ളതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത അതുപോലൊക്കെ തന്നെയാണ്.
അല്ലെ? നമ്മൾ ഇരുഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പൊ എന്താ വരിക? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ അല്ലെ, എക്സ് പ്ലസ് 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. ശരി, ഇനി നമ്മൾ ആദ്യം പ്ലസ് 4 എടുക്കുന്നു. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 4. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 4 മൈനസ് 3. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 1. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതാ എക്സ് പ്ലസ് 3 ഈക്വൽ ടു -4. ഓക്കെ അല്ലേ? അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു -4 പ്ലസ് 3 അങ്ങോട്ട് കിടക്കുമ്പോൾ -3 എന്ന് പറഞ്ഞാൽ എക്സ് സമത്രയാ -7 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ എക്സിന്റെ രണ്ട് വിലകൾ ഏതൊക്കെയാ? 1 വരുന്നു, അല്ലെങ്കിൽ -7 വരുന്നു. ഇതുപോലെ പ്രശ്നമുണ്ട്. ഇതിന് നമ്മൾ പറയും സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക, വർഗം പൂർത്തിയാക്കുക എന്ന് നമ്മൾ പറയും. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ എൻ്റെ അർത്ഥം സ്ക്വയർ കംപ്ലീറ്റ് അല്ല, ഇപ്പോൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം, ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം, ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം, ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ഇവിടെ ചേർക്കണം. ഇവിടെ എന്ത് ചേർത്തു അത് തന്നെ വലത് ഭാഗത്ത് ചേർക്കണം. ഇപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതട്ടെ, കുഴപ്പമില്ല അല്ലെ? അപ്പോ ഇതിന്റെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് എഴുതിയിരിക്കും കേട്ടോ. പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാൻ അറിയാലോ. ഓക്കെ, ശരി. എക്സ് സ്ക്വയർ പ്ലസ് 8x ഈക്വൽ ടു 9. ഇവിടെ നമുക്ക് മനസ്സിലായി സ്ക്വയർ കംപ്ലീറ്റ് അല്ല, കാരണം രണ്ടാൾക്കാരേ ഉള്ളൂ, ഒരാളും കൂടി വേണം. ആരായിരിക്കണം? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം. ഇവിടെ ഇതിന്റെ പകുതി എത്രയാ? 8ന്റെ പകുതി എത്രയാ? 4. 4ന്റെ സ്ക്വയർ എത്രയാ? 16. 4 സ്ക്വയർ 8 എന്ന് പറയരുതിട്ടാ, 16. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? 16 ആണ്. അപ്പൊ എന്താ നമ്മൾ ഇവിടെ എഴുതുക? നിർബന്ധമായിട്ട് എഴുതണം. ഏഡ് എത്രയാണ്? 16. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ, ഇതിന്റെ പകുതി 4, അതിന്റെ സ്ക്വയർ 16 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്താ എഴുതേണ്ടത്? ഇരുഭാഗത്തും 16, ഇരുഭാഗത്തും 16 ചേർത്താൽ അപ്പൊ എന്താ നമുക്ക് കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ഈക്വൽ ടു 9 പ്ലസ് 16. ഇരുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? 16 ചേർത്തു. ഇവിടെ ഇതിന്റെ പകുതിയുടെ സ്ക്വയർ അല്ലേ, ഇതിന്റെ പകുതി 4 സ്ക്വയർ കൂടെ ശരിയായി. അപ്പൊ നമുക്കിതിനെ എക്സ് പ്ലസ് 4 തെറ്റരുത് ഹോൾ സ്ക്വയർ അല്ലേ, ഇതിന്റെ സ്ക്വയർ റൂട്ട് എക്സ്, ഇതിന്റെ സ്ക്വയർ റൂട്ട് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 എത്രയാ? 25. ഇരുഭാഗത്തൊക്കെ സ്ക്വയർ ആയി. ഇപ്പൊ ഇത് നമുക്ക് പരിചിതമായിട്ടുള്ള രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത് സ്ക്വയർ റൂട്ട് എടുക്കുക സാധാരണ പോലെ. അപ്പൊ എന്താ വരിക? എക്സ് പ്ലസ് 4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. ആദ്യം പ്ലസ് 5 എടുക്കുന്നു. അപ്പോൾ എക്സ് പ്ലസ് 4 ഈക്വൽ ടു പോട്ടെ പോസിറ്റീവ് 5. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു 5 മൈനസ് 4. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു 1. എക്സിന്റെ ഒരു വില 1 ആണ്. അടുത്തതാ എക്സ് പ്ലസ് 4 ഈക്വൽ ടു -5. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എന്താ വരിക? എക്സ് ഈക്വൽ ടു -5 മൈനസ് 4 അല്ലേ, -5 ഇവിടെയുള്ള പ്രശ്നം വരുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാ? -9. അപ്പോൾ എക്സിന്റെ രണ്ട് വിലകൾ ഏതൊക്കെ വരിക? ഒന്നുകിൽ 9 വരും, അല്ലെങ്കിൽ എന്താ വരിക? -9 എന്ന് വരും. എത്തിയാ പറഞ്ഞത്? അപ്പോൾ ഇതാണ് സ്ക്വയർ കംപ്ലീറ്റ് ആക്കുന്ന തരത്തിലുള്ള. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയി അല്ലേ? ഇനി 1-2 കണക്ഷൻ കൂടി നമുക്ക് ഇതെല്ലാം എഴുതിയിരിക്കും. എക്സ് സ്ക്വയർ മൈനസ് 4x സമം 5. ഇതാണ് അടുത്ത ചോദ്യം പറയുന്നത്.
ഇവിടെ അത് സ്ക്വയർ കംപ്ലീറ്റ് അല്ല, എല്ലാവർക്കും അറിയാം അല്ലേ. സ്ക്വയർ കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ കംപ്ലീറ്റ് ആക്കും, അത്രയേ ഉള്ളൂ. സ്ക്വയർ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യണം. ഇതിന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ എത്ര? 4, 4 ആഡ് ചെയ്യണം. അപ്പോൾ അത് എഴുതണം. ആഡ് 4 ഓൺ ബോത്ത് സൈഡ്സ്. അതായത് ഇരുഭാഗത്തും എത്ര ചേർത്താൽ? 4 നമ്മൾ ചേർക്കണം. ഇരുഭാഗത്തും 4 ചേർത്താൽ അപ്പം എന്താ വരിക? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈക്വൽ ടു 5 പ്ലസ് 4. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ ഇവിടെ കുഴപ്പമില്ല. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? എക്സ് മൈനസ് വന്നപ്പോൾ മൈനസ് ഇടാം, ശ്രദ്ധിച്ചോളൂ. 4 സ്ക്വയർ എത്രയാണ്? 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9. ഇരുഭാഗത്ത് സ്ക്വയർ, ഒരു പ്രശ്നമില്ല അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുക. എക്സ് മൈനസ് 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. ആദ്യം എക്സ് മൈനസ് 2 ഈക്വൽ ടു എക്സ് മൈനസ് 2 ഈക്വൽ ടു 3 എടുത്തു. അതായത് എക്സ് ഈക്വൽ ടു 3 പ്ലസ് 2. അതായത് എക്സ് ഈക്വൽ ടു എത്രയാണ്? 5. അടുത്തതാ എക്സ് മൈനസ് 2 ഈക്വൽ ടു -3. അങ്ങനെ വരുമ്പോൾ എക്സ് എത്രയാണ്? -3 മൈനസ് 2 കൂടെ വരുമ്പോൾ പ്ലസ് 2. അത് എക്സ് ഈക്വൽ ടു എത്ര വരിക? -1. എക്സിന്റെ വില -1 കിട്ടി, ശരിയല്ലേ. അങ്ങനെ വരുമ്പോൾ എക്സിന്റെ 2 വിലകൾ ഏതൊക്കെയാണ്? ഒരെണ്ണം 5 വരുന്നു, ഒരുത്തരം എത്ര വരിക? -1 വരുന്നു. ഇപ്പോൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കും. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, എഴുതിയിട്ട് കഴിഞ്ഞാൽ അടുത്ത എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 8. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 8. സ്ക്വയർ കംപ്ലീറ്റ് അല്ലേ എല്ലാവർക്കും അല്ലേ. അതായത് ഇതിന് അപ്പം എന്ത് ചെയ്യും? ഇതിൻ്റെ പകുതി എത്രയോ? 1. 1ന്റെ സ്ക്വയർ എത്രയോ? 1 ആഡ് ചെയ്താൽ മതി അല്ലേ. ഇരുഭാഗം ആഡ് 1 ഓൺ ബോത്ത് സൈഡ്സ്. അതായത് ഇരുഭാഗത്തും നമ്മൾ എന്ത് ചെയ്തു? 1 നമ്മൾ ചേർക്കും. ഇരുഭാഗത്തും 1 ചേർത്താൽ അപ്പം എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 8 പ്ലസ് 1. ഇവിടെ നമ്മൾ എന്താ പറയുക? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എക്സ്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 1. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9. സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. അപ്പോൾ ആദ്യം എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3. അങ്ങനെ ഒരു എക്സ് ഈക്വൽ ടു 3 മൈനസ് 1. അതായത് എക്സ് ഈക്വൽ ടു 2 അല്ലേ. അടുത്തതാ എക്സ് പ്ലസ് 1 ഈക്വൽ ടു -3. അത് എക്സ് ഈക്വൽ ടു -3 മൈനസ് 1. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാണ്? -4. ഇപ്പം നമുക്ക് എക്സിൻ്റെ 2 വിലകളൊക്കെ കിട്ടിയ 2 കിട്ടി, അല്ലെങ്കിൽ -4. ഇത്രയും കാര്യങ്ങളൊക്കെ ആയ ഈ 3 ടൈപ്പ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. 3 ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു ടൈപ്പ് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കുക വേഗം. നമ്മൾ ഇതിനകം തന്നെ 3 ടൈപ്പ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി അതിൽ ഒരു ടൈപ്പും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നോക്കാൻ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 0. ഇത് നമ്മൾ അവസാനം പറഞ്ഞ ടൈപ്പ് പോലെ നമുക്ക് തോന്നും അല്ലേ. അതുപോലെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പകുതി ഇതിൻ്റെ കൂടെ ഇത് സ്ക്വയർ കംപ്ലീറ്റ് അല്ല അല്ലേ. അതേസമയം വലതുഭാഗത്ത് നോക്കിയ 0 ആണ് വന്നിരിക്കുന്നത്. 0 വരാറില്ല, മറ്റുള്ള സംഖ്യയുടെ വരാറ്. 0 ആണ് വരുന്നതെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ നോക്കിട്ടാ. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ വന്നാൽ നല്ലത് എന്താ? ഇത് നോക്കുക, 0 വരുന്ന സ്ഥലത്ത് മാത്രമേ ഈ പരിപാടി പറ്റുള്ളൂ. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തുള്ള? ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് എക്സ് ഉണ്ട്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എക്സ് ഇൻറ്റു എക്സ് എന്നാണ്. 2x എന്ന് പറഞ്ഞാൽ അത് 2 ഇൻറ്റു എക്സ് എന്നാണ്. രണ്ടിടത്തും എന്തുണ്ട്? എക്സും ഉണ്ട്. ആ എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഇനി ഇവിടെ എന്തുണ്ട്? എക്സ് സ്ക്വയറിൽ എക്സ് ഇൻറ്റു എക്സ് ആണ്. അതിലൊരു എക്സ് മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ, ബാക്കി ഒരു എക്സ് അവിടെ ഉണ്ട് പ്ലസ്. 2x എക്സ് മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ, ബാക്കി എന്തുണ്ട്? 2 ഈക്വൽ ടു 0 എന്നായിട്ട് ഇത് മാറും. എന്താ ചെയ്തത്? രണ്ടിടത്തും എക്സ് ഉണ്ട്, അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇത് വായിക്കേണ്ടത് എക്സ് ഇൻറ്റു എന്നാണ്. അവിടെ ഇൻറ്റു ഇട്ടിട്ടുണ്ടെങ്കിലും
നമ്മൾ എക്സ് ഇൻറ്റു അല്ലാണ്ട് എക്സ് ബ്രാക്കറ്റ് എന്നല്ല വായിക്കണ്ടേ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വേണം വായിക്കാനായിട്ട്. അവിടെ ഇൻറ്റു ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇൻറ്റു അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഇൻറ്റു ആണ് എന്ന് തിരിച്ചറിയാം. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ഇത്രയും എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇനി എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. ഇത് രണ്ടും ഗുണിക്കണം എന്നുള്ള രൂപത്തിലാണ് കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വന്നിരിക്കുന്നത്. നോക്കുക, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞാണ് പി ഇൻറ്റു ക്യൂ ഈക്വൽ ടു 0. പിയും ക്യൂവും തമ്മിൽ ഗുണിക്കുമ്പോൾ 0 കിട്ടി എന്ന് കരുതുക. രണ്ടാളുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 0 കിട്ടുന്നു എന്ന് കരുതിയാൽ അതിന്റെ അർത്ഥം ഇതിലേതെങ്കിലും ഒരുത്തൻ 0 ആവണം. രണ്ടാളുകളുടെ പ്രോഡക്റ്റ് 0 കിട്ടണമെങ്കിൽ അതിലൊരുത്തൻ 0 ആയേ പറ്റൂ. ഒന്നുകിൽ പി ആയിരിക്കാം 0, അല്ലെങ്കിൽ ക്യൂ ആയിരിക്കാം 0, അല്ലെങ്കിൽ പിയും ക്യൂവും 0 ആകാം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സന്ദർഭത്തിൽ പി 0 വരാം, അല്ലെങ്കിൽ ക്യൂ 0 വരാം. ഏതായാലും ഒരുത്തൻ 0 വരണം, അല്ലെങ്കിൽ രണ്ടാളും 0 വരാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ, ഇതും തമ്മിൽ ഗുണിക്കുമ്പോൾ 0 കിട്ടുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് എക്സിനെ പി എക്സ് പ്ലസ് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 കിട്ടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ എക്സ് 0 ആകാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 0 ആകാം. എക്സ് ആണ് 0 എന്ന് കരുതുക. എക്സ് ഈക്വൽ ടു 0, എക്സിന്റെ ഒരു വില കിട്ടിക്കഴിഞ്ഞു 0 എന്ന് പറഞ്ഞിട്ട് 0. അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ എക്സിന്റെ വില എന്താ വരിക നോക്കി. ഇവിടെ എക്സിന്റെ വില നേരിട്ട് 0 തന്നെ കിട്ടി. ഇവിടെ എക്സ് പ്ലസ് 2 ആണ് 0. അപ്പൊ എക്സ് ഈക്വൽ എന്താ വരിക, പ്ലസ് 2 അപ്പുറത്തേക്ക് കിടക്കുന്നു, -2. ഇപ്പൊ നമുക്ക് എക്സിന്റെ രണ്ട് വിലകൾ ഏതൊക്കെ വരിക, എക്സിന്റെ രണ്ട് വിലകൾ ഒരെണ്ണം 0 വന്നു, അല്ലെങ്കിൽ -2. ഇവിടെയാണ് എക്സിന്റെ രണ്ട് വിലകൾ. 0 വരാം, അല്ലെങ്കിൽ -2 വരാം. ഈ പറഞ്ഞ നമുക്ക് മനസ്സിലായ ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, ഈക്വൽ ടു 0 വരുമ്പോൾ. ഇതിനകത്ത് ഒരാളുടെ കുറവുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ 0 വരുമ്പോഴാണ് നമ്മൾ ഈ മാർഗം നമ്മൾ ഉപയോഗിക്കുക. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കണക്ക് കൂടി ഞാൻ ഇങ്ങനത്തെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയ നോക്കി, ഈ പറഞ്ഞത് മനസ്സിലായ നോക്കി, എപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായ. ഇനി ഒരെണ്ണം x² - 4x ഈക്വൽ ടു 0. ഇങ്ങനെ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടി വരിക നോക്കി. ഇവിടെയുള്ള നേരത്തെ പോലെ തന്നെയാണ്, വലത് ഭാഗത്ത് 0 ആണ്. ഇവിടെ ഒരാളെ കാണാനില്ല, സ്ക്വയർ കംപ്ലീറ്റ് അല്ല. അപ്പൊ നമ്മൾ രണ്ടിടത്ത് നോക്കുമ്പോൾ രണ്ടിടത്ത് എക്സിന്റെ ആൾക്കാരുണ്ട്. എക്സിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇവിടെ ബാക്കി ഒരു എക്സ് ഉണ്ട്, മൈനസ് ഇവിടെ ഒരു 4 ബാക്കിയുണ്ട്, ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു എന്നല്ല അതിൻ്റെ അർത്ഥം, എക്സിന്റെ ഒരു വില 0 അടുത്തതാണ് എക്സ് -4 ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ എത്രയാ, -4 അവിടെ കിടക്കുമ്പോൾ പോസിറ്റീവ്. അപ്പൊ എക്സിന്റെ വിലകൾ ഏതൊക്കെയായി, 0 1, അല്ലെങ്കിൽ 4. ഈ ടൈപ്പ് മനസ്സിലായി നോക്കി. ഈ 4 ടൈപ്പ് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഇത് 4 നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് വേണം ഈ അധ്യായത്തിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനായിട്ട്. 4 ടൈപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എക്സിന്റെ രണ്ട് വിലകൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവരും ഈ കാര്യങ്ങൾ എല്ലാം 2-3 പ്രാവശ്യം എല്ലാവരും എഴുതി പഠിച്ചോളൂ കേട്ടോ. നോട്ട് എനിക്ക് അയച്ചു തരണം, അതോടൊപ്പം തന്നെ 3 പ്രാവശ്യം അത് എഴുതി പഠിക്കുകയും ചെയ്യാം. ഓക്കെ.